അപ്പോൾ ഗ്യാസ് കിട്ടാതായപ്പോഴാണ് ഇങ്ങനത്തെ പരിപാടി തുടങ്ങിയല്ലേ? ഗ്യാസ് കിട്ടാതായിട്ട് ഇപ്പോൾ എത്രയായി? 2 ആഴ്ചയായി. ആ, അത് കടക്കാർക്ക് മാത്രമേ ഉള്ളൂ? വീട്ടുകാർക്ക് ഉണ്ടോ? വീട്ടുകാർക്ക് കിട്ടുന്നുണ്ട്. ആ, കടക്കാർക്കില്ല. അപ്പോൾ നമ്മളെ രാജേട്ടനാണിത്. ബിയ്യത്തിൽ കോഴിക്കടൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഇത് ഈ നമ്മളെ ചായക്കട വരുന്നത്. അപ്പോൾ ഈ ചായക്കട എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ രാജേട്ടൻ ഈ വെറുതെ ഇരിക്കണ്ട, വാടക കൊടുക്കേണ്ടിയല്ല. അപ്പോൾ പിന്നെ മൂപ്പരൊരു ഉപാധി കണ്ടെത്തിയതാണ് നമ്മളെ പഴയ അടുപ്പ്. ഇത് മൂപ്പർ തന്നെ ആസൂത്രണം ചെയ്തതാണല്ലേ? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാണല്ലേ? അപ്പോൾ നമ്മളെ ചൂളക്കട്ടായിട്ടുള്ള അടുപ്പ് ഉണ്ടാക്കിയിട്ട് മൂപ്പര് ഇനി വെറുതെ ഇരിക്കണ്ടല്ലോ. നമ്മൾ വെറുതെ എത്ര വെച്ചിട്ട് ഒരാൾ ഇരിക്കുക. അത് മൂപ്പർക്ക് എല്ലാതും അറിയുന്ന ആളാണ്. പണ്ടാരിയും കൂടിയാണ്, ചായക്കടൻ്റെ ഉസ്താദാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ മൊത്തം നടത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ ചെറുകിട ഒരു വ്യവസായം എന്നുള്ള നിലക്ക് മൂപ്പർ വെറുതെ ഇരിക്കണ്ടല്ലോ എന്നുള്ളതിൽ അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഇനി മൂപ്പർക്കൊരു വിഷയമല്ല. ഇതെന്ന് പറഞ്ഞാൽ 2 അടുപ്പാണ്. ഒന്നിൽ ചായ ഉണ്ട്, ചായ മൂപ്പരന്നെ ഉണ്ടാക്കും, കടികൾ മൂപ്പരുണ്ടാക്കും, ഉണ്ടുണ്ട്, പിന്നെ പോലെ ഉള്ളിവട ഉണ്ട്, ഇനിയിപ്പോൾ പഴംപൊരി ഉണ്ടാക്കും. അപ്പോൾ നമ്മളിവിടെ തുറക്കുന്ന സമയം എന്ന് പറയാൻ 3 മണിക്ക് ശേഷമല്ലേ? 2 മണി മുതൽ രാത്രി ഒരു 8 മണി വരെ ഉണ്ടാവും അല്ലേ? അതാണ് നമ്മളെ രാജേട്ടൻ്റെ കണക്ക്. അപ്പോൾ എല്ലാവരും മറക്കണ്ട. നമ്മളെ ഇനിയിപ്പോൾ ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ രാജേട്ടൻ വെറുതെ വിടൂല കേട്ടോ. ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷയമല്ല. വിറകുള്ളിടത്തോളം കാലം നമ്മൾ അടിപൊളിയായിട്ട് കട നടത്തുന്നതാണ് രാജേട്ടൻ പറയുന്നത്. അപ്പോൾ രാജേട്ടാ, എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ഹോട്ടലുകാരോട് എന്തെങ്കിലും പറയാണ്ട, വെറുതെ ഇരിക്കണ്ട. പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ഒരു അടുപ്പെടുത്തിട്ട് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? പിന്നല്ലേ ഗ്യാസ് വന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണ്ട, ഗ്യാസും കത്തിച്ചോട്ടെ. കാരണം നമുക്ക് ഉണ്ടാവും. സ്പീഡ് ഏതിലാണ് സ്പീഡ് കിട്ടുക? ഗ്യാസ് തന്നെ സ്പീഡ്. നമ്മളിത് കത്തിപ്പിടിക്കാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഇതാണ്. പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാനൊരു ഉണ്ടിൻ ചായ കുടിച്ചിട്ടാ. ഇവിടുത്തെ ഉണ്ടെന്ന് പറയാൻ ഒരു പ്രത്യേകത ഉണ്ടാണ്, പഴമൊക്കെ ചേർത്തിട്ടുള്ള ഉണ്ടാണ്. അപ്പോൾ നിങ്ങളും കഴിച്ച് നോക്കുക, അറിയാം. ഓക്കെ, താങ്ക് യു സാർ എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ രാജേട്ടാ. നിങ്ങൾ വരാത്ത പഴയ ചായ ചായ തന്നെ.